വെറും 100 ഗ്രാം ഭാരക്കൂടുതലിന്റെ പേരിൽ പാരീസ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ നിന്ന് ഇന്ത്യയുടെ സൂപ്പർ വുമൺ വിനേഷ് ഫോഗട്ട് പുറത്തായതിൽ ചതിയും അട്ടിമറിയും നടന്നിട്ടുണ്ടെന്ന് ഒരുപാട് ആളുകൾ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ പ്രീ ക്വാർട്ടറിലും സെമിയിലും ഏറ്റവും കരുത്തരായ എതിരാളികളെ മലർത്തിയടിച്ച് ഫൈനലിൽ എത്തുന്നതുവരെ 50 കിലോഗ്രാമിനുള്ളിലായിരുന്നു വിനേഷിന്റെ ഭാരം. പിന്നീട് 2 കിലോയിലധികം ഭാരം കൂടുന്നു. പിന്നീട് ഭാരം കുറയ്ക്കാൻ സാധിക്കുന്നുമില്ല. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഈ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തോടെ ശ്രദ്ധിക്കേണ്ട ചീഫ് കോച്ച്, മറ്റ് കോച്ചിങ് സ്റ്റാഫുകൾ, ഒഫീഷ്യൽസ്, ഡയറ്റീഷ്യൻ, ടീം ഡോക്ടർ ഇവരൊക്കെ എവിടെയായിരുന്നു? എന്തെടുക്കുകയായിരുന്നു? ഒന്നുകിൽ ഇവരുടെയൊക്കെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഈ ചതി ചെയ്തു. BJP എംപിയും ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനുമായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് വനിതാ ഗുസ്തി താരങ്ങളോട് ലൈംഗികാതിക്രമം കാണിച്ചതിനെതിരെ തെരുവിൽ വീറോടെ സമരം ചെയ്ത വിനേഷ് ഫോഗട്ടിനെയും സുഹൃത്തുക്കളെയും തെരുവിലൂടെ വലിച്ചിഴക്കുകയാണ് BJP സർക്കാർ ചെയ്തത്. ബ്രിജ്ഭൂഷണെതിരെ ചെറുവിരൽ അനക്കിയില്ല. ഇന്ന് ലോകവേദിയിൽ വിനേഷ് ഫോഗട്ട് എതിരാളിയെ മലർത്തിയടിച്ച് സ്വർണം നേടിയിരുന്നെങ്കിൽ അത് BJPക്കും കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായ ഏറ്റവും ശക്തമായ മറുപടിയാകുമായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ സ്ത്രീകളുടെയും അഭിമാനം സംരക്ഷിക്കുന്ന വിജയം കൂടിയായി അത് മാറുമായിരുന്നു. ഈ തിരിച്ചടി ഒഴിവാക്കണമെന്ന് തീരുമാനിച്ച് ആരൊക്കെയോ കരുതിക്കൂട്ടി നമ്മുടെ നാടിനെ ഒറ്റുകൊടുത്തതാണോ? ലോകവേദിയിൽ ദേശീയഗാനം മുഴങ്ങുന്നത് കേൾക്കാൻ കൊതിച്ച 140 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാരോട് മറുപടി പറയേണ്ടത് മുകളിൽ പറഞ്ഞ ഓരോ ആളുകളുമാണ്.